സഖാവ് ദാമോദരൻ്റെ 50ാം ചരമവാർഷികമാണ് ജൂലൈ 3. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 ദിവസമായിട്ട് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കെ ദാമോദരൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ ചരമദിനം ഗ്രന്ഥശാല സംഘം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ അത് ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ PN പണിക്കരുടെ ചരമദിനവും പിന്നെ MS ദേവദാസിൻ്റെ നമ്മുടെ IV ദാസിൻ്റെ ജന്മദിനം വരെയുള്ള 19 ദിവസം ഒരു കണക്കുമില്ല. ഒരു മണ്ഡലം എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഒരു മണ്ഡലം എന്ന് വെച്ചാൽ ഏതാണ്ട് 2 ആഴ്ചയാണ്. ഒരു മാസം എന്ന് പറയാൻ പറ്റൂല. 3 ആഴ്ച തികയുന്നുമില്ല, 2 ആഴ്ച കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു ഏർപ്പാടായിരുന്നു കഴിഞ്ഞ വർഷം വരെ നടത്തി വന്നിരുന്നത്. ഇപ്പോഴും ആ ദിവസങ്ങൾ മാറ്റിയിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് ഈ ജൂലൈ 3 പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ജില്ലാ കൗൺസിലുകളും, അതായത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ കമ്മിറ്റികളും ദാമോദരൻ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരെണ്ണം തിരുവനന്തപുരത്ത് നടത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കാരണം ലൈബ്രറി കൗൺസിലിന് അതിൻ്റെ പ്രാധാന്യം ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ദാമോദരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള, ദാമോദരൻ്റെ ചരമദിനമായാലും ജന്മദിനമായാലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി നടത്തുന്നത് ഉചിതമല്ല എന്ന് ലൈബ്രറി കൗൺസിലിന് തോന്നിയിട്ടുണ്ട്. മറ്റൊരു പ്രാധാന്യം കൂടി എനിക്കുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹിയും കൂടി ആയതുകൊണ്ട് പറയുകയാണ്. 1961 ദാമോദരനും PT ഭാസ്കര പണിക്കരും പിന്നെ P ഗോവിന്ദപിള്ളയും തായാട്ട് ശങ്കരനും ജോസഫ് മുണ്ടശ്ശേരി എല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ചൊരു സംഘടനയുണ്ട്, ഗ്രന്ഥശാല സഹകരണ സംഘം. അത് സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. പുസ്തക പ്രസാധനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഘടനയാണ്, നോൺ ബാങ്കിങ് ആണ്. അപ്പോൾ അത് 300ഓളം പുസ്തകങ്ങൾ ഇതിനകം ഇറക്കി കഴിഞ്ഞു. അത് ചുരുങ്ങിയ പുസ്തകമാണ്, വലിയ കാലയളവിൽ ചുരുങ്ങിയ പുസ്തകമാണെന്ന് പറയാം. ആ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പം ഞാൻ. ഞങ്ങൾ 4-10-20ഓളം പുസ്തകം, 2 കൊല്ലം കൊണ്ട് 10-20ഓളം പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് ദാമോദരനും കൂടി കാരണം പുസ്തക പ്രസാധനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. 2026 അദ്ദേഹത്തിൻ്റെ 50ാം ചരമവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 51ാം വാർഷികം, അത് ജൂണിലാണ് വരുന്നത്. 100ാം വാർഷികത്തിൻ്റെ വേറൊരു കാര്യമുണ്ട്. 2025 3 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ 100ാം വാർഷികമായിരുന്നു. അതിൽ ആദ്യത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി താൽക്കാലികമായി, അല്ലെങ്കിൽ തുടക്കം താഷ്കണ്ടിൽ സമിതി രൂപീകരിച്ചുകൊണ്ടാണെങ്കിലും ഇന്ത്യയിൽ എൻ്റെ പ്രവർത്തനമൊന്നും വ്യാപകമായി നടത്താൻ പറ്റിയിരുന്നില്ല. ആദ്യമായിട്ടൊരു അഖിലേന്ത്യാ സമ്മേളനം ചേരുന്ന ലക്നൌവിൽ 1925 അതിൻ്റെ 100ാം വാർഷികം CPA അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആചരിക്കുകയും ആഘോഷിക്കുകയും നമ്മുടെ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളെയും കർഷകരെയും എഴുത്തുകാരെയും വിദ്യാർത്ഥികളെയും വനിതകളെയും ഒക്കെ സംഘടിപ്പിച്ച് ഗ്രാമതലത്തിൽ പോലും അതിന് വേരുകൾ ഉണ്ടാക്കി ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത് 57 പ്രകാശ് ബാബു സഖാവ് സൂചിപ്പിച്ചു, 52 പാലക്കാട് മലബാർ ജില്ലാ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. PT ഭാസ്കര പണിക്കർ അതിൻ്റെ ചെയർമാനായി വന്നു. അദ്ദേഹം തുടങ്ങിയ ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളാണ്. OV വിജയനെ കൊണ്ടൊരു നോവൽ എഴുതിപ്പിച്ചെന്ന കാര്യവും കൂടി നമ്മൾ ഓർക്കണം. തസ്രാക്കിൽ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് വന്ന കഥാപാത്രമാണ് OV വിജയന്. ഇപ്പോൾ തസ്രാക്കിൽ അതുണ്ട്, അത് കസാക്ക് എന്ന് അദ്ദേഹം പേര് മാറ്റി, അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ഏകാധ്യ വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1957 ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനും സാധിച്ചു. പിന്നീട് പല സംസ്ഥാനങ്ങളിലും, ത്രിപുരയിലും ബംഗാളിലുമൊക്കെ നമുക്ക് മന്ത്രിസഭകൾ രൂപീകരിക്കാൻ സാധിച്ചു. 2016 മുതൽ 2026 വരെ 10 കൊല്ലം തുടർച്ചയായി കേരളത്തിലും ഭരിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്താണ്. നമ്മളെ കാലിൻ്റെ പുഴയിലിറങ്ങുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന പോലെ കാലിൻ്റെ അടിയിൽ നിന്ന് ചൊരിമണൽ ചോർന്നു പോകുന്നു എന്ന് സംശയിക്കുന്നൊരു സംഘത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 100ാം വാർഷികം ആഘോഷിച്ച ഒരു പാർട്ടി. രണ്ടാമത്തത് തമിഴ്നാട്ടിലാണ് ദ്രാവിഡ പ്രസ്ഥാനം. കോൺഗ്രസ്സുകാരനായിരുന്ന EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യഗ്രഹത്തിലെ കോൺഗ്രസ്സുകാരനായിട്ടാണ് പങ്കെടുത്തത്. 1925 അദ്ദേഹം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും
കുടിയരശ് എന്ന് പറഞ്ഞൊരു വാരിക ആരംഭിക്കുകയും ചെയ്തു. കുടിയരശ് എന്ന് വെച്ചാൽ സെൽഫ് റൂൾ, സ്വയംഭരണം എന്നാണ് അർത്ഥം. അത് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു വന്ന ജസ്റ്റിസ് പാർട്ടിയുടെ വേറൊരു രൂപത്തിലാണ്. ആദ്യം പോലെ അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടായിരുന്നു. ആ ജസ്റ്റിസ് പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നോക്ക ജാതി സംവരണം ഏർപ്പെടുത്തുന്ന ഭരണകൂടം. 1919 മൊണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഈ ദ്വിഭരണം എന്ന് പറഞ്ഞ ഡയാർക്കി നടപ്പിലാക്കിയപ്പോൾ ചില സുപ്രധാന വിഷയങ്ങൾ തദ്ദേശീയ മന്ത്രിമാർക്ക് ഭരിക്കാൻ അവസരം കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഓർഡർ 1921 ജസ്റ്റിസ് പാർട്ടിയാണ് കൊണ്ടുവന്നത്. അതിനോട് അവിടുത്തെ സവർണ മേധാവിത്വത്തിന് ഇഷ്ടമുണ്ടായില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെ സവർണ മേധാവിത്വമായിരുന്നു. രാജഗോപാലാചാര്യയെ പോലുള്ള ബ്രാഹ്മണന്മാരാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത്. അവരുമായിട്ട് വിയോജിച്ചുകൊണ്ടാണ് 1925 കുടി അരശ് തുടങ്ങിയതും ഏതാനും വർഷങ്ങൾക്ക് ശേഷം സ്വയം മര്യാദ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് അദ്ദേഹം തുടങ്ങിയത്. EVR 1940 ആയപ്പോഴേക്കും ഈ ജസ്റ്റിസ് പാർട്ടിയെ ദ്രാവിഡ കഴകം എന്ന പേരിൽ അദ്ദേഹം മാറ്റി. ആ ദ്രാവിഡ കഴകം സജീവ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തകരായിട്ടാണ് യുവാക്കളായ നമ്മുടെ CN അണ്ണാദുരയും കരുണാനിധിയും ഒക്കെ രംഗത്ത് വരുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ദ്രാവിഡ പ്രസ്ഥാനം അതിവിശാലമായിട്ട് കൊണ്ടുവരണം. ദക്ഷിണേന്ത്യ മുഴുവൻ ദ്രാവിഡ നാടാണ്. ശ്രീലങ്ക അടക്കമുള്ള പ്രദേശങ്ങൾ ദ്രാവിഡ നാടായിട്ട് പ്രഖ്യാപിച്ചൊരു സ്വയംഭരണ പ്രദേശം സ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു EVR. അത് സാധൂകരിക്കുന്നതിന് വേണ്ടി 1944 അണ്ണാദുരൈ ഒരു പുസ്തകം എഴുതി, ആര്യ മായ എന്ന പേരിൽ. ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോയത്. ഉത്തരേന്ത്യയുടെ ആര്യ അധിനിവേശത്തെ ആര്യന്മാരാണ് യോഗ്യന്മാരെന്നും അവരാണ് സവർണന്മാരെന്നും അവരാണ് ഭരിക്കാൻ പിറന്ന വർഗമെന്നും അവരുടെ ഭാഷയായ സംസ്കൃതമാണ് വിശ്വഭാഷ, ദേവഭാഷ എന്നൊക്കെ വരച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതല്ല, ഒരാദിഭാഷയുണ്ട്, അത് തമിഴാണ് എന്നും ആ ആദിഭാഷ സംസാരിക്കുന്നത് ദ്രാവിഡ ജനതയാണ് എന്നും ആ ദ്രാവിഡന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം, അത് നർമ്മദാ നദിക്ക് തെക്കുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഒരു ദ്രാവിഡ സ്ഥാനമായി മാറണം, ശ്രീലങ്ക വരെ അതിൽ ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്ഥാനം വന്നു. ആ പ്രസ്ഥാനം പിന്നീട് ശക്തി പ്രാപിച്ചു. ദ്രാവിഡ കഴകവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം CN അണ്ണാദുരൈക്ക് ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ഉണ്ടായത്. 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടുകയും 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ വരികയും ചെയ്തപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. അണ്ണാദുരൈ അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ മുഖ്യമന്ത്രിയായി. 69 അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് അത് വരുന്നത്. തമിഴ്നാട്ടിൽ അതിനുശേഷം കോൺഗ്രസ്സുകാർക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. DMK കോൺഗ്രസുമായിട്ട് പിന്നെ സഖ്യം ചെയ്തു, BJP ആയിട്ടും സഖ്യം ചെയ്തിട്ടുണ്ട്. 2026 വരെ ആ ദ്രാവിഡ കഴകം തമിഴ്നാട്ടിലും ഭരണകർത്താക്കളായി തുടർന്നു. പക്ഷേ ഇപ്പോൾ അവർ ഭരണത്തിന് വെളിയിലാണ്. മൂന്നാമത്തെ പ്രസ്ഥാനം 100-ാം വാർഷികം ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച മൂന്നാം പ്രസ്ഥാനം RSS ആണ്, സംഘപരിവാറാണ്. 1923 സാവർക്കർ തുടങ്ങിയ എഴുതി വെച്ചൊരു ലഘുലേഖ, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന ലഘുലേഖ, അതിലെ ഉള്ളടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സാംസ്കാരിക സംഘടനയായിരുന്നു RSS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനമോ ഏർപ്പെട്ടിരുന്ന സമരങ്ങളിലൊന്നും ഇവർ ഏർപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പോലും അവർ പങ്കെടുത്തിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ നാടുവാഴിത്ത വിരുദ്ധ ഉത്തരവാദ പ്രക്ഷോഭത്തിലോ ജന്മിവിരുദ്ധ കർഷക സമരങ്ങളിലോ ജാതി വിരുദ്ധ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലോ അവർ പങ്കെടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും എന്തേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇന്ത്യ ഭരിക്കാനായി. 1952 ലോകസഭയിൽ അവർക്ക് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. 1967 അവർക്ക് 19 സീറ്റാണ് കിട്ടിയത്. 1977 കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കിയ ജനതാ പാർട്ടിയിൽ അവരുടെ വിഹിതം 94 സീറ്റായിരുന്നു. 84 ഇന്ദിരാവധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 92 രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും മാത്രമാണ് അവർക്ക് സീറ്റുകൾ കുറഞ്ഞത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും
അവരെ സീറ്റ് വർദ്ധിപ്പിച്ചു. 97 അല്പകാലത്തേക്ക് 13 ദിവസത്തേക്ക് അവർക്ക് ഭരിക്കാൻ കിട്ടി. 98 99 അവർക്ക് NDA എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടാക്കി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരിക്കാൻ സാധിച്ചു. വീണ്ടും തിരിച്ചടി ഉണ്ടായി. 2014 പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് 282 സീറ്റ് നേടിക്കൊണ്ട് അവർക്ക് ഭരിക്കാൻ സാധിച്ചു. 19 ആ വിജയം ആവർത്തിച്ചു, 24 ആ വിജയം ആവർത്തിച്ചു. സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായെങ്കിലും അവർക്കൊരു ജനസ്രോതസ് വോട്ടർ ബാങ്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു? ഭൗതികവാദപരമായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ലൗകിക കാര്യങ്ങൾ ഇടപെടുകയും സമരങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാനും കഴിയുന്ന 2 പ്രസ്ഥാനങ്ങൾ 100 വർഷം കഴിഞ്ഞപ്പോൾ ഒതുങ്ങിപ്പോവുകയും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താതിരുന്നൊരു പാർട്ടിക്ക് ഇന്ത്യയിൽ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചു, അവരുടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2016 സോഷ്യലിസ്റ്റ് രജിസ്റ്റർ ഡൽഹിയിൽ നിന്ന് ആസ്ഥാനമാക്കിയുള്ള ലെഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസാധകരാണവർ. അതിൽ പ്രസിദ്ധീകരിച്ച സോഷ്യലിസ്റ്റ് രജിസ്റ്ററിൽ ഐജാസ് അഹമ്മദ് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ദ ഇന്ത്യൻ ലെഫ്റ്റ് ആൻഡ് ദ ഫാർ റൈറ്റ് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. 25-30 പേജുകൾ വരുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇത്തരം സമരങ്ങളിലൊന്നും പങ്കെടുക്കുകയോ നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ മനസ്സിനെ, ദ നാഷണൽ സൈക്ക്, മനസ്സിനെ കീഴടക്കിയത് ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെയാണ്. അത് മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, സൂക്ഷ്മതല സാമൂഹിക അവബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാണ്. 923 ലഘുലേഖയിൽ അദ്ദേഹം പറയുന്നു, സാവർക്കർ പറയുന്നു, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരാണ് ഹിന്ദു. അത് ഹിന്ദു വിശ്വാസവുമായിട്ട് മതവുമായിട്ട് ബന്ധമില്ല. അതൊരു രാഷ്ട്രീയ ദർശനമാണ്. മാർക്സിസം പോലെയോ സോഷ്യലിസം പോലെയോ ഒരു രാഷ്ട്രീയ ദർശനമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. പിന്നീട് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. RSS വന്നതിന് ശേഷം അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകാരും അല്ലാത്ത ഇന്ത്യക്കാരെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? അവരുടെ പേരെന്താണ്? ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാം, മുസ്ലിമിനെ മുസ്ലിം എന്ന് വിളിക്കാം, പാഴ്സിയെ പാഴ്സി എന്ന് വിളിക്കാം, സിഖുകാരനെ സിഖുകാരൻ. അല്ലാത്ത ഇന്ത്യക്കാർ ആരാണ്? അവർ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ രാഷ്ട്രത്തിനും ആ ഹിന്ദുക്കളുടെ ഭരണത്തിനും വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ആദിവാസികളായാലും ഗോത്രവർഗക്കാരായാലും കടൽപ്പണിക്ക് പോകുന്നവരായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചിടത്തോളം നാനാവിധത്തിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരെല്ലാം ഹിന്ദുക്കളാണ്. അവരുടെ ഒരു ഏകോപിതമായ രാജ്യമായിരിക്കണം ഇന്ത്യ. ആ ഇന്ത്യക്ക് വേണ്ടിയാണ് ഹിന്ദുത്വം നിലകൊള്ളുന്നത്. അവരുടെ ഭരണമാണ് നിൽക്കുന്നത്. അതാണ് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമെന്ന് വിളിക്കേണ്ടത്. അത്തരത്തിലൊരു ബോധമുണ്ടാക്കാൻ ആദിവാസി ഗോത്രവർഗ മേഖലയിലും കടൽപ്പണിക്ക് പോകുന്നവരിലും ദളിത് വിഭാഗത്തിലും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യം അനുസരിച്ച് 4000-ലധികം ജാതികളും ഉപജാതികളും ഉണ്ടെന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഈ 4000-ലധികം ജാതികളും ഉപജാതികളെയും സവർണ ഹിന്ദുക്കൾ ഒരിക്കലും ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല. അവർക്ക് ഹിന്ദുക്കൾ എന്നുള്ള അത് പോട്ടെ, മനുഷ്യരെന്നുള്ള പദവിയും കിട്ടാത്തത് കൊണ്ടാണ് അയ്യങ്കാളിക്ക് സമരം ചെയ്യേണ്ടി വന്നത്, വഴി നടക്കാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം നടത്തേണ്ടതായി വന്നത്, വിദ്യാലയ പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടതായി വന്നത്, ദേവാലയത്തിൽ പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടതായിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാ പ്രശ്നങ്ങളും തീർന്നു. ദേവാലയത്തിൽ പ്രവേശനമുണ്ട്. എല്ലാ ഇന്ത്യയിലെ നമുക്ക് കേരളത്തിൽ സ്ഥിതിച്ച എല്ലാ ജാതികൾക്കും പ്രത്യേക ദേവന്മാരുണ്ട്. നമുക്കവിടെ എവിടെ മുക്കിന് 1-2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരാൾ കാണും, ഒരു ദേവൻ കാണും, ഒരു മുത്തപ്പൻ കാണും. തിരുവനന്തപുരത്തെ സ്ഥിതി എനിക്ക് പ്രത്യേകിച്ചറിയാം. സെക്രട്ടേറിയറ്റിന് ചുറ്റും സമരക്കാരല്ല, പോലീസുകാരല്ല, ദേവന്മാരാണ്. തിരുവനന്തപുരത്തെ കാണുന്ന കുറേ പേരൊക്കെ അറിയുന്നവർ പറയും, പാളയം പള്ളി ഒഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആ മുസ്ലിം പള്ളിയോട് ചേർന്ന് ഒരു ഗണപതി ഇരിപ്പുണ്ട്. നേരെ കണ്ണിമേറ മാർക്കറ്റിനകത്ത് കയറിയാൽ അവരൊരു ദേവി ഇരിപ്പുണ്ട്. നേരെ തിരിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് വിവരാവകാശ കമ്മീഷൻ ഓഫീസിൽ എടുത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശാസ്താവ് ഇരിപ്പുണ്ട്. നേരെ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രി കയറി വരുന്ന കന്റോൺമെന്റ് ഗേറ്റ് വഴി കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അധ്യാപകനോട് ചേർന്ന് മറ്റൊരാളിരിപ്പുണ്ട്. അവിടം കറങ്ങി നേരെ സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റ് വന്നാൽ ഇപ്പൊ ശശി തരൂർ MP ആഫീസിന്റെ അടുത്ത് ഒരു ഉജ്ജയിനി അമ്മൻ ഇരിപ്പുണ്ട്. നേരെ മെയിൻ റോഡിൽ കയറി GPയുടെ പുറകെ ഒരു കല്ലമ്മൻ ഇരിപ്പുണ്ട്. ഈ ഉജ്ജയിനി അമ്മന്റെ അവിടെ കൂടി നേരെ തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗാന്ധാരി അമ്മൻ ഇരിപ്പുണ്ട്.
നേരെ അവിടുന്ന് കിഴക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. നേരെ മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ ഇല്ലാതിരുന്നു ഒരു കൈവിരലിന്റെ ഒരു കൈത്തണ്ടയുടെ കനം മാത്രം ഉണ്ടായിരുന്ന ഒരു ആലുമരം, അരശുമരമുണ്ട്. അതിലൊരു ചുവന്ന തുണി എടുത്ത് കെട്ടി നിങ്ങളുടെ CPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിനടുത്താണ്, തൊട്ടടുത്താണ്. വലിയ ഐക്യമാണ് നമ്മൾ തമ്മിൽ. തൊട്ടടുത്തിരിപ്പുണ്ട്. ഒറ്റ രാത്രി അറിയാം, സഹാവിനറിയാം. ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു ശൂലം കുത്തി വെച്ചിട്ടുണ്ട്, പൂജ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് ആൽമരം വളർന്ന് ഒരു പിടികെട്ടാത്ത വണ്ണമായിട്ടുണ്ട്. തുണിയുടെ വലിപ്പം മാറ്റി കെട്ടി. ആ പേരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചൊടലമാടൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് അടുത്ത് വരാൻ പറ്റിയ ദേവന ചൊടലമാടൻ. ഉച്ചൂട് മുടിച്ചു കളയാം നമുക്ക്. നേരെ അവിടുന്ന് അരിശോ ജംഗ്ഷനിലെത്തിയാൽ അവിടെ ഒരാളുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ 2 പേരുണ്ട്. മെയിൻ ഗേറ്റിന്റെ അടുത്തോണ്ട് ഇപ്പുറത്ത് RMSന്റെ അടുത്തോണ്ട്. നോക്കൂ, ഇവരെ വഴിതട്ടി നടക്കാൻ നിവൃത്തിയില്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണെങ്കിൽ പോലീസുകാരെ തട്ടി നടക്കാൻ പറ്റില്ല. ഈ ദേവകളൊക്കെ ആരാണ്? സെക്രട്ടേറിയറ്റും അതിനടുത്തുള്ള മന്ദിരങ്ങളും പണിയാനായിട്ട് മറ്റേ പ്രദേശങ്ങളിലായിട്ട് വന്ന ആർട്ടിസാൻ ക്ലാസ് എന്ന് പറഞ്ഞ കൈവേലക്കാരുടെയും കൈത്തൊഴിലുകാരുടെയും ദേവനാണ്. അവിടെ ഊര് മൂപ്പനാണ് പൂജ നടത്തിയിരുന്നത്. വർഷത്തിൽ ഒരു തവണയേ ഉണ്ട്. വൈകുന്നേരം ചിലപ്പോൾ വിളക്ക് വയ്ക്കുമായിരിക്കും. വർഷത്തിൽ, പ്രത്യേകിച്ച് മകരമാസത്തിൽ, മകരസംക്രാന്തി എന്ന കാർഷിക സമ്പദ്ഘടനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ദിവസങ്ങളിൽ വാർഷിക പൂജയുണ്ടായിരുന്നു. അവർ പലരും സസ്യാഹാരികൾ മാത്രമല്ല മാംസാഹാരികളുമായിരുന്നു. ഈ സസ്യാഹാരികൾ എന്ന് പറയുന്ന സവർണ ദേവതകളാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ത്രിമൂർത്തി ദേവതകളായ ശിവനും വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനും മറ്റൊരു ദേവിയും. ഇതാണ് പ്രധാനപ്പെട്ട. അവർക്ക് മാത്രമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. പട്ടയമുള്ളത് അവരാണ്, ദേവസ്വം. പിന്നീട് തെക്കൻ പ്രദേശങ്ങളിൽ, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, തെക്കൻ പ്രദേശങ്ങളിൽ ഈ ശാസ്താവും സുബ്രഹ്മണ്യനും ഉണ്ട്. ഒരു തമിഴിൽ നിന്ന് കയറി വന്നതാ. ബുദ്ധമതത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അവർക്കും ഭൂമി കിട്ടിയിരുന്നു. അല്ലാത്ത ആർക്കും 4 ഇഞ്ച് ഭൂമി കിട്ടിയില്ല. 57 കുടിയൊഴിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഒരു കുടിയൊഴിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവർക്ക് പിന്നെ കിട്ടിയത്, പട്ടയം കിട്ടിയത് പ്രത്യേകിച്ച് നമ്മളെല്ലാം കൂടി തന്നെ ഉണ്ടാക്കി കൊടുത്താണ്. 57 ഭൂപരിഷ്കാര നിയമത്തിന്റെ ഫലമായി ഉയർന്നു വന്ന മധ്യവർഗ ഭൂവുടമകളാണ് ഇവർക്ക് പുതിയ ദേവാലയങ്ങൾ ഉണ്ടാക്കി, അവർക്ക് കോൺക്രീറ്റിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ഒരു കാര്യം ചെയ്തു, ഊരുമൂപ്പനെ ആറ്റി ഓടിച്ചിട്ട് പൂണൂലിട്ട പൂജാരിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയങ്ങളിലല്ല ഇപ്പൊ പൂണൂലിട്ട പൂജാരിയാണ്. അപ്പൊ ഇവരെല്ലാം ദേവന്മാരായി, ഇവരെല്ലാം സവർണന്മാരായി, ഇവരെല്ലാം ഹിന്ദുക്കളായി. ഇവരെ ആരാധിച്ചു കൊണ്ടിരുന്ന മുഴുവൻ ജനങ്ങൾ ഹിന്ദു ജനങ്ങളായി. അങ്ങനെ അറിയാതെ ഈ പ്രേമം നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റുന്നത് അറിയാതെയാണല്ലോ. അറിഞ്ഞുകൊണ്ടാണെന്നിരിക്കുക. അറിയാതെ വെള്ളത്തിൽ എണ്ണ കിനിയുന്നത് പോലെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക്, ബോധത്തിലേക്ക് മാറി നമ്മളെല്ലാം ഹിന്ദുക്കളായി. ആ ഹിന്ദുവിൻ്റെ മനസ്സിലാണ് ഇവനിപ്പോൾ വോട്ട് പിടിക്കുന്നത്. ഏനന്റെ പാടത്ത് സ്വപ്നം വിതച്ചു, മറ്റേ വിത്ത് വിതച്ചു. ഏനന്റെ പാടത്ത് സ്വപ്നം വിതച്ചു എന്ന് പാട്ട് പാടിയത് അങ്ങനെയാണ്. അങ്ങനെ സ്വപ്നം വിതച്ചു. അതാണ് സൂക്ഷ്മതല, സാംസ്കാരിക അവബോധം, മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ മുന്നിലെ പ്രതിസന്ധി. ഇതെങ്ങനെയാണ് ദാമോദരൻ നേരിട്ടത്? 1937 എന്ന വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക്, ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് കേരളത്തിൽ. അന്നാണ് ആദ്യമായിട്ടൊരു പാർട്ടി ഘടകം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം. നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് അദ്ദേഹമായിരിക്കാം. അങ്ങ് കാശിയിൽ മോക്ഷം കിട്ടാൻ പോയിട്ട് തിരിച്ചു വന്നത് മോചനത്തിന്റെ പാത പഠിച്ചിട്ടാണ്. കൃഷ്ണപിള്ളയും എവിടെ പോയിട്ടാണ് വന്നേ. 5 പേരടങ്ങുന്ന ഒരു സമിതി കോഴിക്കോട്ട് വരുന്ന 37-ലാണ്. കർഷക സംഘത്തിന്റെ ആദ്യത്തെ മലബാർ സമ്മേളനം ചേരുന്നത് 37-ലാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്നത് 37-ലാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനം, മലബാർ ഗ്രന്ഥാലയ സംഘം രൂപീകരിക്കുന്നത് 37-ലാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം കെ. രാമോദരൻ എഴുതുന്നത് 37-ലാണ്. പാട്ടമാക്കി. ജന്മിത്തത്തിനെതിരായ ആഹ്വാനം. ജന്മിത്തത്തിനെതിരായ രണ്ടാമത്തെ ആഹ്വാനം വരുന്ന ചങ്ങമ്പുഴയുടെ കയ്യിൽ നിന്നാണ്. വാഴക്കുല എഴുതിയത് 37-ലാണ്. അപ്പോൾ നോക്കൂ, 37 യാദൃച്ഛികമായിട്ട് ബന്ധപ്പെട്ടതാവാം. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ നാടകം എഴുതി എന്തിനു വേണ്ടിയായിരുന്നു? നിരക്ഷരരായ കർഷകരെ, അവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് അവർക്കറിയാം, അവരനുഭവിക്കുന്നവരാണ്. ആ ജന്മിത്തം എന്ന് പറയുന്ന കാടൻ വിഭാഗം ഇവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്? ചൂഷണം സമ്പത്ത് മാത്രമല്ല, സ്ത്രീത്വത്തെയും ചൂഷണം ചെയ്യുന്നു, സദാചാരത്തെയും ചൂഷണം ചെയ്യുന്നു. അത്തരം ചൂഷണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ,
അവരുടെ ഭൗതിക ജീവിതത്തിലേക്ക് മാത്രമല്ല, അവരുടെ മനസ്സിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ വെള്ളത്തിൽ കിനിയുന്നത് പോലെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ വൈകാരികമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതിന് നാടകത്തെ പോലെ മറ്റൊരു സാഹിത്യകൃതി ഉണ്ടാവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് 37 കർഷക സംഘം ചേരുന്നതിന് തൊട്ടു മുമ്പ് ആലോചനാ സമയത്താണ് വന്നത്, ഒരു നാടകം എഴുതി അവതരിപ്പിച്ചാൽ കൊള്ളാം. ആരെഴുതുമെന്ന ചോദ്യം വന്നപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം കൂടി പറഞ്ഞു, ദാമോദരനിക്കല്ലേ എഴുതിക്കോടും. അയാൾ കുറേ പേപ്പറും വാങ്ങിച്ച് 2 പെൻസിലും വാങ്ങിച്ചു കൊടുത്തൊരു വീടിനകത്ത് അടച്ചിട്ട് 2 ദിവസം സമയം കൊടുത്ത് എഴുതി കൊടുക്കാൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ നാടകം വന്നു, പാട്ടമാക്കി. നേരത്തെ നമ്പൂരിമാരുടെ ഇടയിൽ VT ഭട്ടതിരിപ്പാടൊരെണ്ണം എഴുതിയിട്ടുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് ഇതുപോലൊരു സാഹചര്യത്തിൽ എഴുതി. അത് നമ്പൂരി സമുദായത്തിനകത്തെ ഒരിക്കലും വെളിയിൽ ഇറങ്ങി വരാൻ കഴിയാത്ത അന്തർജനത്തിനെ സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ മനസ്സിലേക്ക് വെളിച്ചം വിതറാൻ. മുത്തമ്പൂരിയും മറ്റാൾക്കാരും എല്ലാം ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പുറക്കുടയ്ക്ക് പോകുകയല്ല, മറക്കുടയ്ക്കുള്ള മഹാനരകമായി ജീവിക്കുമ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അന്തർജനങ്ങളുടെ അകത്തളങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇല്ലങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ചെന്ന് വൈകാരികമായി അവരെ സ്വാധീനിക്കണമെങ്കിൽ, സാംസ്കാരികമായി അവരെ സ്വാധീനിക്കണമെങ്കിൽ നാടകം പോലുള്ള കലാരൂപങ്ങൾ വേണമെന്ന് CS സുബ്രഹ്മണ്യം പോറ്റി, തിരുവിതാംകൂറിലെ ആദ്യത്തെ MA കാരൻ, അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1929 ഈ നമ്പൂരി യോഗക്ഷേമ സഭയുടെ അധ്യക്ഷൻ അദ്ദേഹമാണ്. അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് VT ഭട്ടതിരിപ്പാട് പള്ളിക്കൂടത്തിൽ പോയി എഴുത്തും വായനയും അറിയാത്ത ഒരു തീയാടിക്കുട്ടിയുടെ സ്ലേറ്റിൽ അക്ഷരം എഴുതി പഠിച്ച ആ മനുഷ്യൻ നാടകൃത്തായത് എന്തിനു വേണ്ടി? അന്തർജനങ്ങളെ വൈകാരികമായി സ്വാധീനിച്ച് ഒരു സൂക്ഷ്മതല സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലും വന്നത്. എഴുത്തുകാർ ഒരുപാടുണ്ട്, പുസ്തകങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ വായിക്കാൻ ഇടമില്ല. വായിക്കാൻ അറിയുന്നവരുടെ എണ്ണം കുറവാണ്. അവർക്കിരുന്ന് വായിക്കാനൊരു ഇടമുണ്ടാക്കണം. നേരത്തെ തന്നെ ഗ്രന്ഥശാലകൾ മലബാറിലുണ്ട്. കോഴിക്കോട്ടൊക്കെ ഉണ്ടായി, തൃശ്ശൂരുണ്ടായി, ഇരിങ്ങാലക്കുട ഉണ്ടായി. 1902 തലശ്ശേരിയിൽ ഗ്രന്ഥശാല വന്നത്. തിരുവനന്തപുരത്ത് അതിന് മുമ്പേ ഉണ്ടായി. ആദ്യത്തെ ഗ്രന്ഥശാല 1829 തിരുവനന്തപുരത്താണ്. സ്വാതന്ത്ര്യനാൾ തുടങ്ങി ഇപ്പോഴത്തെ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഗ്രന്ഥശാലകൾ വരുന്നു. ആ ഗ്രന്ഥശാലകൾ എന്തിനാണ്? പുസ്തകം വായിക്കാൻ അറിയാത്തവർക്ക് വായിച്ച് കേൾപ്പിക്കാൻ. അവർ കേട്ട് മനസ്സിലാക്കും, കഥകളും നോവലും വായിക്കും. അങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ മനസ്സിലേക്ക്, നിരക്ഷരരായ സാധാരണ ജനങ്ങളുടെ, കർഷകരെ, തൊഴിലാളികളെ, അവരുടെ മനസ്സിലേക്ക് ഈ വികാരം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൂക്ഷ്മതല സാംസ്കാരിക പ്രവർത്തനമായിരുന്നു ദാമോദരനും കൂട്ടരും നടത്തിയത്. ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം 1936 അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുണ്ടായി. അതിൻ്റെ സാർവദേശീയ പശ്ചാത്തലവും കൂടിയുണ്ട് കേട്ടോ. 1935 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാർവദേശീയ, അതായത് കോമിൻടേണിൻ്റെ 7ാം സമ്മേളനം കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെ വെച്ച് ദിമിത്രോവ് അവതരിപ്പിച്ചൊരു രേഖയുണ്ട്. ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്നാണ് അതിൻ്റെ പേര്. കാരണം ഫാസിസം ഇറ്റലിയിലും ജർമ്മനിയിലും പിടിമുറുക്കിയിരിക്കുന്നു. 23 ഇറ്റലിയിലും 33 ജർമ്മനിയിലും 36 സ്പെയിനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരം കിട്ടി. അവർ അധികാരത്തിരിക്കുമ്പോൾ പട്ടാളെ അട്ടിമറി നടത്തി ജനറൽ ഫ്രാങ്കോ. ആ അട്ടിമറി നടത്തിയപ്പോഴാണ് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു, റിപ്പബ്ലിക്കനിസം കശാപ്പ് ചെയ്യപ്പെടുകയാണ്, സ്വയംഭരണം നഷ്ടപ്പെടുകയാണ്. അതിന് സഹായിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഹിറ്റ്ലറും മുസോളിനിയും കൂടെയാണ്. അതുകൊണ്ട് ഫ്രാങ്കോ, മുസോളിനി, ഹിറ്റ്ലർ കൂട്ടുകെട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് റൊമൈൻ റോങ്ങലിനെ പോലുള്ള ആൾക്കാരെല്ലാം കൂടി സാഹിത്യകാരന്മാരുടെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സാർവദേശീയമായിട്ട് വരുന്നത്. അന്ന് WH ഓഡൻ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് കവി എഴുതിയൊരു കവിതയുണ്ട്. അത് വളരെ പ്രസക്തമാണ്. നേരത്തെ അദ്ദേഹം കവിയായിട്ടിരുന്നു, പുതിയ കവിയാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം? ഫാസിസത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതലാളിത്തം സ്വാതന്ത്ര്യത്തെ ഹരിക്കില്ല, ഇഷ്ടം പോലെ വിമർശിച്ചോളാൻ പറയും. പക്ഷേ ഫാസിസം വന്നാലോ സ്വാതന്ത്ര്യമില്ല. അതിവിടെ നേരത്തെ പ്രകാശ് ബാബു സഖാവ് സൂചിപ്പിച്ചല്ലോ, പല കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യം ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ദേഹത്ത് നിന്ന് ചോര ഊറ്റിക്കൊണ്ടു പോകുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് പല ആശയങ്ങളെയും ഊറ്റിക്കൊണ്ടു പോകുന്നത്, സ്വതന്ത്ര ചിന്തയെ ഊറ്റിക്കൊണ്ടു പോകുന്നതാണ് ഫാസിസം. അങ്ങനെ ഫാസിസം സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുമ്പോൾ WH ഓഡൻ എഴുതി, all that I have is a promise to unfold the all that I have is a voice to fold the lie. The romantic lie in the brain of the sensual man in the street. The lie of authority whose buildings scrape the sky. Hunger allows no choice to the citizen or the police. വിശപ്പ് ആർക്കു വേണ്ടി മാറി നിൽക്കില്ല, ആർക്കും ഒരു അനുവാദവും കൊടുക്കില്ല, ആർക്കും ഒരു സഹായം കൊടുക്കില്ല. We must love one another or we must die. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കണം. അല്ലെ നമ്മൾ മരിക്കും. മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സംഘടിക്കണം. അതാണ് എഴുത്തുകാരുടെ സംഘടന. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ 1936 പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന മുൽക്കരാജിനെ പോലുള്ള ആൾക്കാർ
മുൻഷി പ്രേംചന്ദിനെ പോലുള്ള ആൾക്കാർ, മന്മോദാദിയെക്കുള്ള ആൾക്കാർ, ശിവവർമ്മയെക്കുള്ള ആൾക്കാർ, അവരൊക്കെ പിന്നെ ജയിലിൽ കിടന്നവരാണ്. അവരെല്ലാം കൂടി ഉണ്ടാക്കിയതാണ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ ചൂടും ചൂരും ആദ്യം കേരളത്തിൽ അനുഭവിച്ചതും കൊണ്ടുവന്നതും ദാമോദരനാണ്. കാരണം എന്താ? അദ്ദേഹം കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോയ കാലത്ത് അവിടുത്തെ ഗുരുനാഥന്മാരായിരുന്ന ഉറുദു അധ്യാപകരും ഹിന്ദി അധ്യാപകരും ഒക്കെ ഇദ്ദേഹത്തോട് നേരിട്ട് ബന്ധമുള്ളത്. അവർ വല്ലതും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു അന്ന്. അങ്ങനെയാണ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഇവിടെ വരുന്നത്. ആ ജീവൽ സാഹിത്യ പ്രസ്ഥാനം 1944 പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായി തൃശ്ശൂരിൽ യോഗം ചേരുന്നതും അന്ന് ദാമോദരൻ ജയിലിലാണ്. 40 മുതൽ 45 വരെ ദാമോദരൻ ജയിലിലാണ്. പക്ഷെ ദാമോദരൻ കൊളുത്തിവിട്ട ആ ഊർജ്ജമുണ്ടല്ലോ, ആ പന്തമുണ്ടല്ലോ, അത് ഓലച്ചൂട്ടായിരുന്നില്ല, പുളിങ്കമ്പായിരുന്നു. കത്തി കത്തി നിൽക്കും. ഓലച്ചൂട്ടാണെങ്കിൽ ആളിപ്പടന് ഒരു പിടി ചാമ്പൽ പോലും കിട്ടില്ല. പക്ഷേ പുളിവറകാണ് കത്തുന്നതെങ്കിലോ കനലിങ്ങനെ ജ്വലിച്ച് നിൽക്കും. അത് കനൽക്കട്ട എവിടെ കിടക്കും നോക്കൂ, പിന്നെ ഊതി ചകിരിയോ കടലാസോ വെച്ച് ഊതി പെരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഊതി പെരിപ്പിക്കാൻ കഴിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഓലച്ചൂട്ടുകളല്ല എന്ന് ഓർക്കേണ്ട സമയമായതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഊതി 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 കാച്ചി നമ്മൾ കത്തിച്ച് ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദാമോദരനെ ഓർമ്മിക്കുന്നത്? അദ്ദേഹം ഉണർത്തിവിട്ട വികാരമാണ് കേളപ്പനെ പോലുള്ള ആൾക്കാർ, ജോസഫ് മുണ്ടശ്ശേരി, എസ് ഗുപ്തൻ നായർ, പിന്നീട് അവരൊക്കെ മരുവഴിക്ക് പോയിരുന്നെങ്കിൽ അവരെല്ലാം കൂടി 1944 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്ന സംഘടന തുടങ്ങുന്നത്. 1945 കോട്ടയത്ത് അതിൻ്റെ 2ാം സമ്മേളനം ചേരുമ്പോൾ അതിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചത് ചങ്ങമ്പുഴയായിരുന്നു. യുവാവാണ്, യുവാക്കളെ വഴിതെറ്റിക്കുന്നവനാണ്, മദ്യപാനിയാണ്, സ്ത്രീലംബടനാണ്, എല്ലാ ആക്ഷേപങ്ങളും ഉണ്ട്. വേഷഭൂഷകളെല്ലാം തന്നെ ഒരു സവർണ കുടുംബത്തിൽ പറഞ്ഞവൻ്റേതുപോലെയാണ്. ഇയാളെ എന്തിനു കൊണ്ടുവന്നു? ഈ വാഴക്കൊലയൊക്കെ എഴുതിയതൊക്കെ ശരി തന്നെ, പക്ഷേ രമണനോ എഴുതി, നല്ല കവിതകളൊക്കെ എഴുതി, പക്ഷേ ഇയാളുടെ സ്വഭാവം മോശമാണല്ലോ, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപം ഉണ്ടായെങ്കിലും അതിലെ ചെറുപ്പക്കാർ, ഇടതുപക്ഷക്കാരെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുമെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ അന്നത്തെ 1944-45 എന്ന് പറയുന്ന കാലം യുദ്ധം യൂറോപ്പിൽ അവസാനിച്ചു, ജപ്പാനിൽ കിഴക്ക് ഇന്ത്യയിൽ അവസാനിച്ചിട്ടില്ല. 42 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഗാധമായൊരു പ്രതിസന്ധിയിൽ ഇന്ത്യയിൽ അകപ്പെട്ടു. 41 പീപ്പിൾസ് വാർ തിയറി, ജനകീയ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലായി പോയി. അതിനോട് യോജിച്ചുകൊണ്ട് റഷ്യയെ പിന്താങ്ങി. അന്നേ വരെ ബ്രിട്ടീഷുകാരെ എതിർത്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് സംഘടനകൾ ഉണ്ടാക്കുകയും അവിടെ പിന്നെ നമ്മുടെ ചെറുകാടിനെ പോലുള്ള ആൾക്കാരൊക്കെ കുറത്തിപ്പാട്ട്, ഭദ്രകാളിപ്പാട്ടുമാണ് യുദ്ധത്തിനെ, ജാപ്പ് സേനയെ എതിർത്തുകൊണ്ട്, നാസികളെ എതിർത്തുകൊണ്ട് പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയിലായപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സ്റ്റാലിനായിരുന്നു. കാരണം 1930കളിൽ തന്നെ സ്റ്റാലിന് അറിയാമായിരുന്നു, അവിടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിന്നെ കോമിൻറ്റേണിനും അറിയാമായിരുന്നു അപകടം വരാൻ പോകുന്നുവെന്ന്. അപ്പം അദ്ദേഹത്തെ പിന്നെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഔപചാരികമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും യവനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണമെന്നുള്ള ആഗ്രഹക്കാരാണ് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 1917 വിപ്ലവം ഉണ്ടാവുകയും 1919 സോവിയറ്റ് എന്ന രാഷ്ട്രം നിലവിൽ വരികയും ചെയ്തപ്പോൾ ആ രാഷ്ട്രത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടി നാനാഭാഗത്തു നിന്നും ആക്രമണം നടത്തി. ഇടങ്കോലിടൽ യുദ്ധം, വാഴ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനെ തകർത്ത് കളയുക. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിശുവിനെ, ഒരു രാഷ്ട്ര ശിശുവിനെ തൊട്ടിലിട്ട് തന്നെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഏർപ്പാടാണ് 1917 തുടങ്ങിയത്. ഇന്നും അത് തന്നെ തുടരുന്നു. 1959 ചെയ്ത അത് തന്നെയാണ്. 2026 ചെയ്ത രാഷ്ട്ര ശിശുക്കളെ കമ്മ്യൂണിസം എന്നോ സോഷ്യലിസം എന്നോ കേട്ടാൽ വിറളി പിടിക്കുന്നവർ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന അന്ന് തുടങ്ങിയതാണ്. അപ്പം നാസിസം എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഫാസിസം എന്ന് പറയുന്ന പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് സ്റ്റാലിൻ ഒരു മുൻകരുതലെടുത്തിട്ടാണ് 1939 ജർമ്മനിയായിട്ടൊരു നോ വാർ പാക്ട് ഉണ്ടാക്കിയത്. ആ നോ വാർ പാക്ടിന് മറ്റൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. 1930കളിലാണ് ഏറ്റവും കൂടുതൽ ജൂതവേട്ട ജർമ്മനിയിൽ നടന്നത്. ജർമ്മനിക്ക് പുറത്ത് ഒരുപക്ഷെ ഇസ്രായേലിനും അപ്പുറത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുണ്ടായിരുന്ന ഒരു രാജ്യം ജോർജിയ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഒരു ഘടക സംസ്ഥാനമായ രാഷ്ട്രമായ ജോർജിയ. ആ ജോർജിയ ഉൾപ്പെടെയുള്ള പ്രദേശത്തിലേക്ക് ആക്രമിച്ചു കയറി ജൂത ഉന്മൂലനം നടത്തണം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ തകർക്കണം, ഇതൊക്കെയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. ആ ഉദ്ദേശം അറിയാമായിരുന്ന സ്റ്റാലിൻ അദ്ദേഹത്തിന് മുൻകൂട്ടി ഒരു ഏർപ്പെടുത്തുക, ഒരവസരം ഒരുക്കാൻ വേണ്ടി, ഇവിടെ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി, യുദ്ധസന്നാഹം ഉണ്ടാക്കാൻ വേണ്ടി, ടാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടി, യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, പട്ടാളക്കാരെ മെരുക്കി എടുക്കാൻ വേണ്ടി 2 കോടി ജനങ്ങളെയാണ് സോവിയറ്റ് യൂണിയൻ
എന്താ പറഞ്ഞ ബലി കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഒരു നോവാർ പാക്ട് ഉണ്ടാക്കിയത്. അപ്പോൾ 41 ജൂണിൽ സോവിയറ്റ് യൂണിയനെ അവർ ആക്രമിച്ചപ്പോൾ യുദ്ധം ജനകീയ യുദ്ധമായെന്ന് കമ്മ്യൂണിസ്റ്റുകാരിലൂടെ പറഞ്ഞു കിടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ കോൺഗ്രസിനെ ശത്രുവായി. കാരണം 42 ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ അതിനെ എതിർക്കുന്നു. ആകെ പ്രതിസന്ധിയിലായി. അപ്പൊ ഇതിലെല്ലാം കുഴപ്പക്കാരനാരാ? ആ സ്റ്റാലിനാണ്. അയാളാണെങ്കിലോ കൂടെയുള്ളവനെ കൊല്ലുന്നവർ, പാർട്ടിയിൽ ജനാധിപത്യം അനുവാദിക്കാത്തയാള്. വളരെ ആക്ഷേപമാണ് സ്റ്റാലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞത്. ദാമോദരൻ സ്റ്റാലിൻ ഭക്തനായിരുന്നു ആദ്യം, പിന്നീടാണ് അദ്ദേഹം വിമർശനത്തിലേക്ക് വരുന്നത്. കാരണം സ്റ്റാലിനെ എന്ന് ഭക്തി പുരസരമല്ലാതെ ആർക്കും കാണാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് എന്ത് നടന്നു എന്ന് ഇന്ത്യക്കാർക്ക് അറിയില്ലല്ലോ. പാർട്ടിക്കകത്ത് ചിലപ്പോൾ അച്ചടക്ക നടപടികളോ പ്രസ്ഥാനമോ എടുത്തിട്ടുണ്ടാവാം, കൊന്നിട്ടുണ്ടാവും. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അതിനെക്കുറിച്ചൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അറിയില്ല. പക്ഷെ സാർവദേശീയ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ കുഴപ്പക്കാരാണ്, ഉന്മൂലനമാണ്, പർജിങ് ആണ്, കൊന്നൊടുക്കുകയാണ്, കർഷകരെ കൊല്ലുന്നു, കുലാക്കുകളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം നിൽക്കുമ്പോഴാണ് ഇയാൾ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്ന് നിൽക്കുന്നതും. അയാൾക്ക് എന്ത് കുഴപ്പമാണെന്നാണ് ചങ്ങമ്പുഴ ഈ സമ്മേളനത്തിൽ ചോദിച്ചത്. നിങ്ങൾ ആ പുസ്തകം, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം മുഴുവനായിട്ട് കിട്ടും, നിങ്ങൾ വായിക്കണം. പരപ്പങ്കോട് മുരളി സംഭാവന നടത്തി. ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരിക്കുന്നവരൊക്കെ ഒരു പുസ്തകമുണ്ട്, ചങ്ങമ്പുഴ കാവ്യ സംസ്കൃതി എന്ന വലിയൊരു പുസ്തകം. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്നു, സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സാർവദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന ഈ മനുഷ്യനില്ലെങ്കിൽ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും കോളനി രാജ്യങ്ങളുടെ മോചനം എങ്ങനെ മുക്തമാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എങ്ങനെ സാധ്യമാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സ്റ്റാലിൻ എന്ന മനുഷ്യൻ, അയാൾക്ക് വ്യക്തിപരമായ എന്ത് കുഴപ്പങ്ങളും ഉണ്ടായിക്കോട്ടെ, ആ നായകസ്ഥാനത്ത് അദ്ദേഹം നിൽക്കണം, ലോകരാജ്യത്തെ രക്ഷിക്കണം, സാമ്രാജ്യത്വത്തെ തകർക്കണം. അതിന് സ്റ്റാലിൻ വേണം, സോഷ്യലിസം വേണമെന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രസംഗം അവസാനിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കവിത എഴുതി, സ്റ്റാലിൻ ഭക്തി എന്നെ. നിങ്ങൾ തൻ മൂക്കിന്റെ താഴത്തെ മീശയ്ക്ക് ഭംഗിയില്ല, ഈ മീശ മീശയല്ല, സ്റ്റാലിൻ്റെ മീശയാ മീശ. എന്തൊരഴകാണ്, എന്തു കറുപ്പാണ്, ഇല്ല വകഭേദം രോമങ്ങൾക്ക്. സോഷ്യലിസ്റ്റ് മീശയാണ്, എല്ലാ രോമവും ഒരുപോലെയാണ്, സോഷ്യലിസ്റ്റ് ആണെന്നാണ്. അങ്ങനെ ഒരു ഭക്തി ഉണ്ടാക്കുന്ന തരത്തിൽ ആവേശപൂർവ്വം കവിത എഴുതിയ ആളാണ് ചങ്ങമ്പുഴ. അപ്പം ആ അന്നത്തെ കാലം നമ്മൾ ഓർക്കണം. ഈ കാലവും കൃതിയും എന്നൊരു കാര്യമുണ്ട്, ടെക്സ്റ്റും കോണ്ടക്സ്റ്റും ഉണ്ട്. നമ്മൾ ഈ കോണ്ടക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ, നിങ്ങളുടെ ഭാഷ, എൻ്റെ ഭാഷ, പ്രസംഗൻ്റെ ഭാഷ, എഴുത്തുകാരൻ്റെ ഭാഷ, നമ്മൾ പുരോഗമന വീക്ഷണക്കാരാണെങ്കിൽ ആ തരത്തിലായിരിക്കും വരിക. നമ്മൾ പ്രതിലോമകാരിയാണെങ്കിൽ ആ തരത്തിലായിരിക്കും വരിക. നമ്മൾ വിജയ ശ്രീലാളിതനായിട്ട് നിൽക്കുന്നത് കിട്ടിപ്പോയി എല്ലാം കയ്യിൽ, കിട്ടിപ്പോയി ദക്ഷിണദേശം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നവർ, അവരുടെ ഭാഷ ആ രൂപത്തിലായിരിക്കും. അപ്പം ടെക്സ്റ്റും കോണ്ടക്സ്റ്റും തമ്മിൽ ബന്ധമുണ്ട്. അന്നത്തെ കോണ്ടക്സ്റ്റിൽ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം ദാമോദരൻ ജയിലിലായിരുന്നു, പക്ഷേ പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാലഘട്ടത്തിലും എടുത്തിട്ടുള്ള നിലപാടുകളോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എങ്കിലും അദ്ദേഹം നിതാന്ത ജാഗ്രതയോടുകൂടി എഴുത്താണി ഉപയോഗിച്ച വ്യക്തിയായിരുന്നു. ഉജ്ജ്വലനായ പ്രസംഗകനായിരുന്നു. നല്ല ഒന്നാം തരം അധ്യാപകനായിരുന്നു. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തവനാണ് ഉത്തരം അധ്യാപകൻ. പാണ്ഡിത്യ ചെണ്ടമേളം നടത്തുന്നവനെ ഒരിക്കലും അധ്യാപകനായിട്ട് കണക്കാക്കാറില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ കേൾക്കുന്നവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നവനാണ് ഉത്തമനായ അധ്യാപകൻ. അങ്ങനെ ഉത്തമനായ അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം കൂടെ 10 വാല്യമായിട്ട് സമാഹരിച്ച് പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു കാര്യം തരീഖ് അലി ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ എഴുതിയത് വന്നിട്ടുണ്ട്, മലയാളത്തിൽ പ്രഭാത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൽ അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിമർശനം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്ര രംഗത്തുള്ള സംഭാവന, ഇന്ത്യയുടെ ആത്മാവെന്ന കൃതിയും ഭാരതീയ ചിന്ത എന്നുള്ള കൃതിയും, 2 കൃതികളില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ നമുക്കെങ്ങനെ സംഘപരിവാറിനെ നേരിടാൻ സാധിക്കും? വേദങ്ങളുടെ സ്വഭാവം എന്താണ്? ശ്രുതികളുടെയും സ്മൃതികളുടെയും സൂത്രങ്ങളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കഥയെടുത്ത് നമ്മുടെ മുമ്പിൽ അമ്മാനമാടി നമ്മളെ ലാത്തിച്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നേരിടാൻ നമുക്ക് വേദങ്ങളിലേക്ക് പോകണ്ടേ? അവരെ നേരിടാൻ നമുക്ക് സനാതനധർമ്മം എന്താണെന്ന് പഠിക്കണ്ടേ? നമുക്ക് ഭാരതത്തിൻ്റെ ദർശനം, ഷഡ്ദർശനങ്ങളായിരുന്നാലും ആസ്തിക ദർശനമായിരുന്നാലും നാസ്തിക ദർശനങ്ങളായിരുന്നാലും പഠിക്കണ്ടേ? പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നേരിടാൻ പറ്റൂ. കളരി അഭ്യാസിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ അഭ്യാസം എടുത്തിട്ട് ഒരു നിലപാട് തറയിൽ ഉറച്ചു നിന്ന് അവൻ്റെ കാല് തെറിച്ചു പോവുകയില്ല. ആ നിലപാട് തറയിൽ ഉറച്ചിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് ദാമോദരൻ്റെ ഇന്ത്യയുടെ ആത്മാവും ഭാരതീയ ചിന്തയും വായിക്കണം. പിന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാഭ്യാസം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. മനുഷ്യൻ, ഉറപ്പിക്കുക, പിന്നെ നാണയം എന്നുള്ള പരിണാമം, അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് വിശക്കണമെന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. രാത്രി ചൊറിത്തവള കഴിഞ്ഞാൽ, ഞാൻ ഇന്നാളെ രീതിയും ചെയ്തത്, ചൊറിത്തവള വന്നു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബയോളജി സാർ എനിക്ക് പറഞ്ഞു തന്നെയാണ്,
ഞങ്ങളുടെ കൂടെ, ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വന്നയാളാണ്. രാത്രി ചൊറിത്തവള ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ചൊറിത്തവളയെ കണ്ടാൽ സൂക്ഷിക്കണം. കാരണം എന്താ? അതിൻ്റെ പിന്നാലെ പാമ്പ് വരും. ചൊറിത്തവളയെ പിടിക്കാൻ പാമ്പ് വരും. നമ്മൾ ഈ സമ്മേളനം നടത്തുമ്പോഴും കേരളം വേറൊരു കൂട്ടം ഭരിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ചൊറിത്തവള വന്നാൽ അവൻ്റെ പിന്നാലെ പാമ്പ് വരും, വിഴിഞ്ഞം പോവും. മനസ്സിലായല്ലോ? അദാനി കൊണ്ടുപോയല്ലോ, അത് മറ്റേ വേറെ എയർപോർട്ടാണ്. അവൻ്റെ മുടക്കെത്രയാ? 2000. കൊണ്ടുപോയത് എത്രയ്ക്ക്? ഇരട്ടിക്കാണ് വിറ്റത്. അവൻ അന്താരാഷ്ട്ര കൊള്ളയടിക്കാരനാണ്. ഒരു കാര്യം കൂടെ ആനുഷംഗമായിട്ട് പറയാം. ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിൻ്റെ ടെല്ലവീവിൻ്റെ തൊട്ട് തെക്ക് അലീഫ എന്നൊരു തുറമുഖമുണ്ട്. ആ തുറമുഖം അദാനിയുടേതാണ്. അവിടുന്ന് കപ്പലിൽ സാധനങ്ങൾ ചരക്ക് കയറ്റി സൂയസ് തോട് വഴി അറബിക്കടലിൽ എത്തിച്ച് ഗുജറാത്തിലെ ബാന്ദ്രെ തുറമുഖത്തിൽ എത്തിക്കാം. ബാന്ദ്രെ തുറമുഖം ആരുടെ വകയാണ്? അത് മറ്റേ ഇദ്ദേഹം പറഞ്ഞ പോലെയാണ്. ചെറിയച്ഛനും ഞാനും ചെറിയച്ഛനും സുഭദ്രയും കൂടി ചേരുന്നതാണ് ഈ കമ്മിറ്റി എന്നേ അത് സിനിമയിൽ അത് പറയുന്നുണ്ടല്ലോ. മറ്റേ അതെ, അതുപോലെയാണ്. ബാന്ദ്രെ തുറമുഖത്ത് എത്തിക്കാം. ബാന്ദ്രയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്ത് എത്തിക്കാം. വിഴിഞ്ഞത്ത് നിന്ന് നേരെ ശ്രീലങ്കയിലെ കൊളംബോയിൽ എത്തിക്കാം. കൊളംബോയിൽ നിന്ന് നേരത്തെ ശ്രീലങ്ക ചുറ്റിയിട്ട് കൊലാലംപൂരിലെ മലയായിൽ എത്തിക്കാം. ഇവിടെയെല്ലാം അദാനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അവരുടെ സഹകരണമുണ്ട്. അന്താരാഷ്ട്ര കൊള്ളയടി സംഘമാണ്, മയക്കുമരുന്ന് കട സംഘടനയാണ്. ഇപ്പം നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി വാങ്ങിച്ചയാൾ. പക്ഷേ അറബിക്കടലിൽ കൂടെ കപ്പൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആരുടെ സഹകരണം വേണം? അദാനിക്ക് അവൻ്റെ സഹകരണം വേണം. അപ്പോൾ ദാക്കി രാമായണം നമ്മൾ വിറ്റു, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞാൽ, ചൊറിത്തവള ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നാലെ പാമ്പ് വരുമെന്നുള്ള മനസ്സിലായല്ലോ. ഇപ്പോൾ 19 കൊല്ലം മുമ്പ് എന്നെ പള്ളിക്കൂടത്തിൽ പഠിച്ച ആ സാറിനെ ഞാൻ നമസ്കരിക്കണ്ടേ? പോയിട്ട് പൂജിക്കണ്ടേ? അദ്ദേഹത്തെ ത്രികാലജ്ഞാനായിട്ട് അല്ലെങ്കിൽ കാലാധിവർത്തിയായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ അവലോകനത്തിൽ നമ്മുടെ സാംസ്കാരിക ബോധമുണ്ടാക്കാൻ സംഘപരിവാറിന് സാധിച്ചു. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷ മനസ്സ് നമുക്കുണ്ടാക്കാൻ സാധിച്ചു? ഇപ്പോഴും ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്, ഇടതുപക്ഷ പുരോഗമന മനസ്സുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ പാറ്റേണിൽ മാത്രമേ നമ്മൾ തോറ്റുള്ളൂ. നമുക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ ഇടതുപക്ഷ മനസ്സിനെ അല്ലെങ്കിൽ പുരോഗമന മനസ്സിനെ തകർക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം. അതിനുള്ള അഭ്യാസങ്ങളാണ് അവർ കാണിക്കുന്നത്. പല തരത്തിൽ, പല രൂപത്തിൽ അവർ പ്രവർത്തിച്ചു. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെയാണ് നമ്മളിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുക. അതാണ് വിദ്യാഭ്യാസ മേഖലയും സാംസ്കാരിക മേഖലയും. കഷ്ടമെന്ന് പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഈ രണ്ട് കാര്യങ്ങളിലും കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് സുവ്യക്തമായ നയമില്ല. വിദ്യാഭ്യാസ കാര്യത്തിലോ സാംസ്കാരിക കാര്യത്തിലോ ഇടതുപക്ഷത്തിന് സുവ്യക്തമായ നയമില്ല എന്നുള്ള ആക്ഷേപം ഞാൻ പൊതുവേദിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാർ അവർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് 858 ശേഷം അവർ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല. 565 നാട്ടുരാജ്യങ്ങൾ 858 ഉത്തരേന്ത്യൻ കലാപം അടിച്ചമർത്തിയപ്പോൾ ഉണ്ടായിരുന്നു. അത് 947 ഉണ്ടായിരുന്നു. അതിൽ 10 പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി 565 ഇന്ത്യക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആക്രമണം അവർ നിർത്തി. പക്ഷേ എങ്ങനെ ഇന്ത്യയുടെ മനസ്സവർ കീഴടക്കി? അവർക്ക് പിന്തുണ എങ്ങനെ, ജനങ്ങളുടെ മേൽ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു? ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണെന്ന് ചരിത്രകാരനായ ബിപിൻ ചന്ദ്ര പറയുന്നു. 1, ജനപ്രതിനിധി സഭകൾ, റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ്. ഇന്ത്യക്കാരെ തന്നെ പരിമിതമായ വോട്ടവകാശം കൊടുത്ത് അംഗങ്ങളാക്കുന്നു, നിയമസഭകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നിയമസഭ ഉണ്ടാക്കിയാണ് മലബാർ ജില്ലാ ബോർഡ്. 1882 റിപ്പം പ്രഭു ഇരുന്ന കാലത്താണ് ഇത് വരുന്നത്. തദ്ദേശീയമായി കുറേ ആൾക്കാരെ ഭരിക്കുന്നു, അവർക്ക് ഭരിക്കാനുള്ള അവകാശം കൊടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ, വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇവിടെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിൻ്റെ പേര് പണ്ട് ബോർഡ് ഹൈസ്കൂൾ എന്നായിരുന്നു. മലബാറിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ബോർഡ് ഹൈസ്കൂൾ, ഇപ്പോഴാണ് സർക്കാർ ഹൈസ്കൂൾ എന്ന പേര് മാറ്റി, പണ്ട് ബോർഡ് ഹൈസ്കൂൾ എന്നാണ് പറഞ്ഞത്. കാരണം ജില്ലാ ബോർഡിന് വിദ്യാഭ്യാസ കാര്യത്തിൽ. അപ്പോൾ ഞാനും കൂടിയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ജനപ്രതിനിധികൾക്ക് തോന്നും, ഭാരവാഹികൾക്കും തോന്നും. അങ്ങനെ ഒരു കൂട്ടത്തെ കൂടെ എടുത്തു. 2, ശ്രേണീബദ്ധമായ ഉദ്യോഗസ്ഥ വൃന്ദം, ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ബ്യൂറോക്രസി. 1854 ICS വന്നത്. അത് പിന്നീട് ഇന്ത്യക്കാർക്ക് കൂടെ പ്രവേശനം കൊടുത്തു. ഇന്ത്യക്കാരെ തന്നെ നിയമിച്ചു പല വകുപ്പുകളിലും, അംശം അധികാരിയായിട്ടും നികുതി പിരിക്കാനായിട്ടും പോലീസുകാരായിട്ടും ഒക്കെ കൊടുത്തു. ജഡ്ജിമാരായിട്ട് നിയമിച്ചു. ആ ജഡ്ജിമാർ തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ത്യൻ വിപ്ലവകാരികൾ തൂക്കിക്കൊന്നതും അല്ലെങ്കിൽ വെറുതെ വിട്ടതും. അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയെടുത്തു. 3, ശ്രേണീബദ്ധമായ ഹയറാർക്കി, എന്താ പറയുക, ജുഡീഷ്യറി, നിയമഭരണ വ്യവസ്ഥ.
മക്കാളെ കൊണ്ടുവന്ന ഇന്ത്യൻ പീനൽ കോഡും CRPCയും CPCയും എവിഡൻസ് ആക്ടും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ ജനതയെ കോടതിയിൽ വിശ്വാസമുള്ളവരാക്കി തീർത്ത് നിയമം പാലിക്കപ്പെടാനുള്ളതാണ് എന്ന്. അപ്പോഴാണ് ഗാന്ധി പറഞ്ഞ നിയമം ലംഘിക്കാനുള്ളതാണെന്ന്. നിയമം പാലിക്കാനുള്ളതാണ് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ ഗാന്ധി എന്താ പറഞ്ഞത്? നിയമം ലംഘിക്കാനുള്ളതാണ്. അതാണ് അവർ തമ്മിലുള്ള പൊരുത്തക്കേട്. അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു. നാലാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, സർവകലാശാല വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസമല്ല, സർവകലാശാല വിദ്യാഭ്യാസം. 857 3 സർവകലാശാലകൾ വരുന്നത്. പിന്നീട് എണ്ണം കൂടി, കോളേജുകളുടെ എണ്ണം കൂടി, ബിരുദധാരികളുണ്ടായി. ആ ബിരുദധാരികളെല്ലാം തന്നെ മധ്യവർഗ ബുദ്ധിജീവികളായി തീർന്നു. ആ മധ്യവർഗ ബുദ്ധിജീവികളാണ് കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലുമായി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടത്. സന്യാസി ശ്രേഷ്ഠന്മാരായിരുന്ന നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും സിദ്ധാന്തങ്ങൾ ജനങ്ങളിൽ എത്തിച്ചതാരാ? അത് ഡോക്ടർ പൽപ്പുവും CV കുഞ്ഞിരാമനും കുമാരനാശാനും TK മാധവനും C കേശവനും പോലുള്ള ആൾക്കാർ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, മന്നത്ത് പത്മനാഭൻ, C കേശവൻ നായർ, കേളപ്പൻ തുടങ്ങിയ മറ്റാൾക്കാർ. അപ്പോൾ ഇവരൊക്കെ ആരാ? അവരൊക്കെ ബുദ്ധിജീവികളാണ്. സർവകലാശാല വിദ്യാഭ്യാസം. ബിരുദധാരികളാവില്ല, ദശബിരുദത്തിന് തുല്യമായ അറിവ് അവർക്കുണ്ടായിരുന്നു. നമ്മളെ ഇന്നത്തെ കാലത്ത് പ്രൈമറി ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി നിശ്ചയിക്കുന്ന ആരാ? ഇന്നത്തെ കേരളത്തിലെ പ്രൈമറി ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി നിർണയിച്ചതാര്? പാഠപുസ്തകം എഴുതി ഉണ്ടാക്കുന്നതാര്? ബിരുദധാരികളല്ലേ. ഈ സിദ്ധാന്തങ്ങൾ അത് ചേഷ്ടാവാദമായിരുന്നാലും ജ്ഞാനനിർമ്മിതിവാദമായിരുന്നാലും സഹപഠനമായിരുന്നാലും സഹവർത്തിത്വ പഠനമായിരുന്നാലും വിമർശനാത്മക പഠനമായിരുന്നാലും അപഗ്രഥനാൽ കേട്ട് പേടിക്കേണ്ടത്. ഇതൊക്കെ സാറുമാർ പള്ളിക്കൂടത്തിൽ പറഞ്ഞതും ആർക്കും മനസ്സിലാകാതെ പോയതുമായ ഒരു കാര്യമാണ്. പുത്തൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് 1996 തുടങ്ങി നമുക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ സിദ്ധാന്തം വിളിച്ചിട്ടും അതിങ്ങനെ തത്തമ്മയെ പൂച്ച എന്നുള്ള വണ്ടി ഇപ്പോഴും നമ്മുടെ സാറുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ കൂടെ ഉള്ളവൻ ചോർന്നു പോയത് അറിഞ്ഞില്ല. പിന്നെ അവസാനം വന്ന് നിന്ന എവിടെ മറ്റേ ചാർലി ചാപ്പിൻ്റെ ഒരു സിനിമ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. എല്ലാവരും മുൻപ് നിന്ന് പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കൂടെ ആരുമില്ല. അയാൾ പോയി ബോംബെടുത്ത കേസ് നിങ്ങൾക്കറിയാം, പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതുപോലെ ഈ സിദ്ധാന്തങ്ങളൊക്കെ എവിടെ ഉണ്ടായത്? ഗവേഷണം നടക്കുന്നത് എവിടെയാണ്? ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? സർവകലാശാലയിലാണ്. ആ സർവകലാശാല ബിരുദധാരികളാണ് നമ്മളെ എല്ലാം ഹൈസ്കൂളിൽ പഠിപ്പിച്ചത്, നമ്മളെ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചത്, പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചത്, കോളേജിൽ പഠിപ്പിച്ചത്. അപ്പം നമ്മളെ വ്യക്തിത്വ വികാസം ഉണ്ടാകുന്ന കൗമാരപ്രായത്തിൽ നമ്മൾ ചെന്നുപെടുന്നത് എവിടെയാണോ, ആരാണോ നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ അഭിപ്രായത്തിലേക്ക് നമ്മൾ സ്വാധീനിക്കപ്പെടും. നിങ്ങളൊക്കെ ഇങ്ങനെ കോലം തിരിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും പുരോഗമനക്കാരും ആകാൻ കാരണം എന്താ? നിങ്ങളുടെ കൗമാരപ്രായകാലത്തിൽ നിങ്ങൾ എവിടെ പഠിച്ചിരുന്നുവോ ആ അന്തരീക്ഷമാണ്, ടെക്സ്റ്റ് ആൻഡ് കോണ്ടക്സ്റ്റ്, ആ അന്തരീക്ഷമാണ് നമ്മളെ ഈ പരുവത്തിലാക്കിയത്. വിമർശിക്കാനും ചിന്തിക്കാനും എഴുതാനും പ്രസംഗിക്കാനും പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ പ്രണയിക്കാനും കവിത എഴുതാനും സംഘടിക്കാനും സംഘടന ഉണ്ടാക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചത് എവിടെയാ? കൗമാരപ്രായത്തിൽ. കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥയിൽ പ്രീ ഡിഗ്രിക്ക്. ആ പ്രീ ഡിഗ്രി പോയി ഹയർ സെക്കൻഡറി മാറിയപ്പോൾ നമ്മളിപ്പോൾ കൂട്ടിലിട്ട തത്തയെ പോലെ കിടക്കുകയാണ് ഈ പിള്ളേർ. ഒരു വർഷം 5 ലക്ഷം കുട്ടികളാണ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്തു വരുന്നത്. ഹയർ സെക്കൻഡറി പറഞ്ഞ് പുറത്തു വരുന്നവന്മാർ വോട്ടർമാരാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 25 ലക്ഷം പുതിയ വോട്ടർമാർ കേരളത്തിൽ ഉണ്ടാകുന്നു. ഈ 25 ലക്ഷം പേരെ ആർക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാന്നുള്ളതാണല്ലോ ഇപ്പോൾ 26 തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെളിയിച്ചത്. നമുക്കറിഞ്ഞുകൂടാ. കാരണം പണ്ട് അവർ പ്രീ ഡിഗ്രിക്കാണ് പഠിച്ചിരുന്നെങ്കിൽ ഇവ എങ്ങനെ ചിന്തിക്കുന്നു നമുക്കറിയാം. കാള വാല് നോക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവില്ല, പ്രീ ഡിഗ്രിക്കാർക്ക് സംശയം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി പിള്ളേർക്ക് ആ സംശയം ഉണ്ടാവും. ആ സംശയമില്ലായ്മയായിരുന്നു കൗമാരപ്രായത്തിലെ പ്രത്യേകത. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ നിയന്ത്രിക്കാമെന്ന് ആര് മനസ്സിലാക്കി? ബ്രിട്ടീഷ് കൊളോണിയലിസം മനസ്സിലാക്കി. അത് ഇന്ത്യൻ മുതലാളി വർഗത്തിന് താല്പര്യമുള്ളതുമായിരുന്നു. അധികാരം കൈമാറി നെഹ്റു അധികാരത്തിൽ വന്നുവെങ്കിലും, സ്വാതന്ത്ര്യം കിട്ടിയ നെഹ്റു അധികാരത്തിൽ വന്നുവെങ്കിലും, നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിയന്ത്രിച്ചിരുന്നതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിൽ എന്താ പറയുന്നത്? അത് ഭൂപ്രഭു വർഗമല്ലേ, മുതലാളി വർഗമല്ലേ, ദേശീയ ഭൂശ്വാസിയല്ലേ? അവരെല്ലാം കൂടി നിയന്ത്രിച്ചു. അവർക്ക് ഈ വിദ്യാഭ്യാസം സ്വീകാര്യമാണ്. ആ സ്വീകാര്യത നമുക്കിപ്പോൾ ഇല്ല. ഹിന്ദുത്വവാദികൾക്ക് ആ സ്വീകാര്യത ഇഷ്ടമല്ല. അതുകൊണ്ട് പഴയ തരത്തിലുള്ള സർവകലാശാലകൾ വേണ്ട. സർവകലാശാലകളെയും ബിരുദധാരികളെയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്ന UGC, AICT, NCT എന്ന 3 സംഘടനകളെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നു. ശിക്ഷ അധിഷ്ഠാൻ. UGCക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുള്ള അധികാരം നഷ്ടപ്പെടുന്നു. സംസ്ഥാന സർക്കാരുകൾക്കുള്ള അവകാശം നഷ്ടപ്പെടുന്നു.
സർവകലാശാലകൾക്ക് അവസരം നഷ്ടപ്പെടുന്നു. നേരിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കോളേജുകളും യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിനെ ഖണ്ഡിക്കുക അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നേയില്ല, കോൺടാക്ട് ചെയ്യുന്നേയില്ല. അതുകൊണ്ടാണ് 6 ഏക്കർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം നേരിട്ടാണ്. പണ്ട് കാലനാണ് നേരത്തെ നമ്മുടെ ജീവൻ എടുക്കാനായിട്ട് വരുന്നത്. കാലൻ വരുമായിരുന്നു പോത്തിന്റെ പുറത്ത്. ഇപ്പൊ കാലൻ വേണ്ട, നേരിട്ട് അടിച്ചുകൊണ്ട് പോകണം. കാരണം AI വന്നിട്ടുണ്ട്, നേരെ പിടിച്ചോണ്ട് പോയിക്കോളും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമില്ലാതായി പോയി. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വീതം വയ്പ്. ആ 7ാം പട്ടികയിൽ ഒരു ഭാഗത്താണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത്. സംസ്ഥാനങ്ങൾ കൊടുത്തിരുന്ന അധികാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ എടുത്ത് കൺകറന്റ് പട്ടികയിലാക്കി. കൺകറന്റ് പട്ടികയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമങ്ങൾ നിർമ്മിക്കാം. പക്ഷേ രണ്ടുപേരും കൂടെ നിയമം നിർമ്മിച്ചാൽ കേന്ദ്രത്തിന്റെ നിയമമേ നിലനിൽക്കുകയുള്ളൂ. കേന്ദ്രത്തിന്റെ നിയമമാണ് നിലനിൽക്കുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല. സംസ്ഥാന സർക്കാരിന് ഉത്തരവിറക്കിയാൽ പഞ്ചായത്തിന് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന് ഉത്തരവിറക്കി കഴിഞ്ഞാൽ കോർപ്പറേഷൻ എതിർത്ത് നിൽക്കാൻ പറ്റുമോ? കാരണം സംസ്ഥാന സർക്കാരിനാണ് അധികാരം, ഇത് കേന്ദ്രത്തിനാണ് അധികാരം. അവിടെയാണ് ഈ PM ശ്രീ വരുന്നത്. 3000-ഓളം സ്കൂളുകളെ ഉള്ളൂ നമുക്ക് സമാശ്വസിക്കാം. പക്ഷേ 3000 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേരള സംസ്ഥാനം നിശ്ചയിച്ചുള്ള പാഠ്യപദ്ധതി അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് എങ്കിലും നാളെ കേന്ദ്ര പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ പറഞ്ഞാൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റൂ. കേന്ദ്രം പറയാണ് PM ശ്രീ സ്കൂളുകളിൽ, കേരളത്തിലെ നവോദയ വിദ്യാലയങ്ങളിലോ CBSE സ്കൂളുകളിലോ ICSE സ്കൂളുകളിലോ NCERT തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അതേ പാഠപുസ്തകങ്ങൾ PM ശ്രീ ഹൈസ്കൂളിലും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. നാളെ അവർ പറയുകയാണ് ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും CBSE സിലബസ് പഠിപ്പിച്ചാൽ മതി, NCERTയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? നോ എന്ന് പറയാൻ പറ്റുമോ? ആകാശം ഇടിഞ്ഞു വീഴുമ്പം മടലെടുത്തൊരു മുട്ടു കൊടുക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാനല്ലാതെ കേന്ദ്രത്തിന്റെ അമിതാധികാരം പ്രയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധമില്ലാതായി തീരും. അങ്ങനെ പ്രതിരോധമില്ലായ്മ വരുന്നത് നമ്മൾ കേരളം വളം വെച്ചു കൊടുത്തു. നിങ്ങൾ അറിയാത്തൊരു കാര്യമാണ്. സത്യമൊകേരി സഖാവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ VJT ഹാളിൽ സംസാരിക്കുന്ന അദ്ദേഹം അയ്യങ്കാളി ഹാളിൽ സംസാരിക്കുന്ന അദ്ദേഹം കേട്ടതാണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറിയിലായിട്ട് 64-ഓളം പുസ്തകങ്ങൾ ഉണ്ടാക്കണം. ആ 64ഓളം പുസ്തകങ്ങളിൽ 42 പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി. കഴിഞ്ഞ കൊല്ലം ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ പുതിയ പാഠ്യപദ്ധതി പഠിക്കണം. ആ പാഠ്യപദ്ധതിയിൽ 42 പാഠപുസ്തകങ്ങൾ ഭാഷാ വിഷയങ്ങളും ചില ഐച്ഛിക വിഷയങ്ങൾ ഉൾപ്പെടെ ഇറക്കി. 22 വിഷയങ്ങളിൽ കേന്ദ്ര സിലബസ് അനുസരിച്ചുള്ള NCERT സിലബസ് പഠിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. കേരള SCERT പുസ്തകമുണ്ടാക്കിയില്ല, കേന്ദ്ര സിലബസ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. കേന്ദ്ര സിലബസ് പിന്നെ ഈ 22 പാഠപുസ്തകങ്ങളിൽ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്. സംഘപരിവാർ ഇടപെടുന്ന മേഖലകളേതാ? ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, രാഷ്ട്രീയത്തെ ഇങ്ങനെ കാണിക്കുന്നു, അടിയന്തരാവസ്ഥയെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നു, ഗുജറാത്തിലെ കലാപത്തെ അടിച്ചമർത്തലിൽ സംസ്കരിക്കുന്നു മുതലായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ പാഠപുസ്തകം നിർമ്മിക്കാതിരുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ്? കേന്ദ്രം നടപ്പിലാക്കിയ പാഠ്യപദ്ധതി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അധ്യാപകർക്ക് എന്ത് കിട്ടിയാലും പഠിപ്പിക്കും, എന്ത് കിട്ടിയാലും തിന്നുന്ന ചില സ്വഭാവമുള്ളവരുണ്ട്. അതുപോലെ നമ്മൾ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാകുന്നു. കേരളത്തിന്റെ പ്രതിരോധം ദുർബലമാകുന്നു. അവിടെയാണ് ഈ സൂക്ഷ്മതല സാംസ്കാരിക അവബോധമെന്ന് ഐജാസ് അഹമ്മദ് പറയുന്നതും. എന്തുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായൊരു ആശയ രൂപീകരണം നടത്തുന്നില്ല, ഒരു നയം രൂപീകരിക്കുന്നില്ല? നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയെ നമ്മൾ പിന്താങ്ങുകയാണെങ്കിൽ നമ്മൾ കൊളോണിയൽ വിദ്യാഭ്യാസ പദ്ധതിയെ പിന്താങ്ങുന്നു എന്നേ ആക്ഷേപത്തിനിടയാവും. അല്ല, നമ്മൾ പ്രതിഷേധിക്കുന്നില്ല, ഇത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്നുള്ള ആക്ഷേപത്തിന് വിധേയമാവും. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ നമ്മുടെ നയം ഏത്? ആ നയമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചോ? നമുക്കൊരു സാംസ്കാരിക നയം ഉണ്ടാക്കാൻ സാധിച്ചോ? നേരത്തെ ഉണ്ടായിരുന്നു. ദാമോദരനും കൂട്ടരും എല്ലാം കൂടി EMSും ദാമോദരനും പിന്നെ IV ദാസും അങ്ങനെ MS ദേവാസ്, അതിൽ പ്രധാനപ്പെട്ട ആൾ MS ദേവാസാണ്. അവരെല്ലാം കൂടി തയ്യാറാക്കിയൊരു നയമുണ്ടായിരുന്നു. 999 നയനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന TK രാമകൃഷ്ണൻ ഒരു സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് സാംസ്കാരിക നയത്തെ സംബന്ധിച്ച്. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഉണ്ടാക്കാൻ സാധിക്കാത്തടത്താണ് അവൻ്റെ സാംസ്കാരിക ദേശീയത കടന്നു വരുന്നത്. മതത്തെയും ജാതിയെയും കാലഹരണപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിലത്തൊരു ഉദാഹരണം പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറേ കാലമായിട്ട് തർക്കം നടപ്പുണ്ട്. ആ തർക്കം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക്, നേരത്തെ പുരുഷന്മാരെന്തായാലും നാണം കെട്ടവന്മാരായിട്ട് ചോദിച്ചിട്ടേ കൊഴാൻ കയറുള്ളൂ. സ്ത്രീകൾ അങ്ങനെയല്ല, അഭിമാനികളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് കയറണം. പക്ഷെ സമരം ചെയ്ത് രക്തസാക്ഷികളായാണ്. നമ്മുടെ വസ്ത്രധാരണാവകാശത്തിൻ്റെ തെക്കൻ തിരുവിതാംകൂറുള്ള സമരം 200 കൊല്ലം എന്നുള്ളത് ഓർമ്മയുണ്ടാവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാരി ഉടുത്തുകൊണ്ടും മലയാള വേഷം ഉടുത്തുകൊണ്ടും കയറാം. സ്ത്രീകളുടെ ഒരാവശ്യം ചുരിദാർ ധരിച്ചുകൊണ്ട് കയറണമെന്നാണ്.
2-3 കൊല്ലം മുമ്പ് അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, ചുരിദാർ ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കയറാം. ഏതോ ഒരു കടുത്ത സനാതനവാദി കൊണ്ട് കോടതി കേസ് കൊടുത്തു. കോടതി കേസ് കൊടുത്തപ്പോൾ കോടതി വിധി വന്നു, ചുരിദാർ വേണ്ട, പഴയതുപോലെ സാരി ഉടുത്ത് ചോയാൽ മതി. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അവിടെ നിൽക്കുന്ന പൂജാരി പണ്ട് കൗബീനമാണ് ധരിച്ചിരുന്നത്, ഇപ്പം ജട്ടിയല്ലേ ധരിക്കുന്നത്, അത് ആചാരവിരുദ്ധമല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമല്ല, വളരെ സങ്കീർണമാണ്. ഈ ആചാരം തന്നെയാണ് ശബരിമലയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ആ ആചാരങ്ങളെയാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്. നോക്കൂ, നമ്മുടെ അബ്രാഹ്മണ അവർണ വിഭാഗങ്ങളെന്ന് പറഞ്ഞ ജനങ്ങളുടെ കാളികൂളി ദൈവങ്ങളെന്ന് നാരായണഗുരു വിശേഷിപ്പിച്ചവർക്കെല്ലാം ഇപ്പൊ പൂണൂലിട്ട പൂജാരിമാരെ കൊണ്ടു കൊടുക്കുന്നു എങ്കിൽ നമ്മൾ അറിയാതെ ഏതോ ചില സിദ്ധാന്തങ്ങൾക്ക് വിധേയരായി പോകുന്നു. അവിടെ സൂക്ഷ്മതല സാമൂഹിക അവബോധവും നടത്താൻ നമുക്ക് കഴിയുന്നില്ല. നമുക്കൊരു നയമില്ലാതായി പോയി. ദാമോദരൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആശിക്കുന്നത് അവിടെയാണ്. ചരിത്രത്തിൽ എങ്കിലും പക്ഷേയില്ല നമ്മൾ പറയും. നോ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഇൻ ഹിസ്റ്ററി. എങ്കിലുകളും പക്ഷേകളും ചരിത്രത്തിലില്ല, സംഭവിച്ചു പോയി. പക്ഷേ ചില ആൾക്കാർ ദൈവദൂതനെ പോലെ അവതാര പുരുഷന്മാരെ പോലെ വരും. ഒൻസിന് വയലാറ് പാടുന്നുണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒരുത്തൻ എഴുന്നള്ളും, വല്ലപ്പോഴൊക്കെ ഒരുത്തൻ അങ്ങനെ വരും. അങ്ങനെ പിറന്ന ഒരു സമുദായം, പിറന്ന ഒരു സമൂഹത്തിൽ ഒരു ഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം. ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം? ദാമോദരൻ്റെ 50ാം ചരമവാർഷികം ആചരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ കേരളത്തിലെ 14 ജില്ലാ കൗൺസിലുകളും ലൈബ്രറി കൗൺസിലുകളും താലൂക്ക് കൗൺസിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ദാമോദരനെ അനുസ്മരിക്കുമ്പോൾ വ്യക്തിയെ വാഴ്ത്തുകയാണോ വേണ്ടത്, മഹത്വവൽക്കരിക്കുകയാണ് വേണ്ടത്? അദ്ദേഹത്തിൻ്റെ മഹത്വം എന്തായിരുന്നു? എഴുത്തിലായിരുന്നു, ചിന്തയിലായിരുന്നു, പ്രവൃത്തിയിലായിരുന്നു. സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് പോയി കപ്പയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കപ്പ വാരി വായിലിട്ട് ചവച്ച് ആ വീട്ടിൽ നിന്ന് പഴങ്കഞ്ഞി വെള്ളമോ കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ വാങ്ങിച്ചു കുടിച്ച് അവരൊരാളായി തീരുന്നു ഞാൻ എന്ന ബോധമുണ്ടാക്കി നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ ഒരു സൂക്ഷ്മതല സാംസ്കാരിക അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാംഷി പറയും പോലെ ജനങ്ങളുടെ മേൽ നമ്മുടെ ആധിപത്യം ഹെജിമണി, ഞാൻ ആധിപത്യം എന്നുള്ള വാക്യം ഉപേക്ഷിച്ച് സ്വാധീനം എന്ന വാക്ക് ഞാൻ പകരം ഉപയോഗിക്കുകയാണ്. ആ സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കൂ. നമ്മൾ കർഷകരാവുക, കർഷക തൊഴിലാളികളാവുക, എഴുത്തുകാരാവുക, വിദ്യാർത്ഥികളാവുക, വനിതകളാവുക, മുതിർന്ന പൗരന്മാരാവുക. അവരിൽ ഒരാളായി അവരുടെ അടുത്തിരുന്ന് വർത്താനം പറയുമ്പോൾ അവർക്ക് ആ ബോധമുണ്ടാവും നമ്മൾ അവരുടെ കൂടെയാണെന്ന്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് അംബാനി ചോദിച്ച വെറുതെയല്ല. വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിശ്വാസം മാനവികതയിൽ, മനുഷ്യനെന്ന് വെച്ചാൽ മാനവികതയാണെന്ന് ദാമോദരൻ ഒരു യോഗത്തിൽ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. മാനവികതയാണ്. ആ മാനവികതയിൽ ഊന്നിക്കൊണ്ട്, മാനവികതയെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വം ഹിംസാത്മകമായ സിദ്ധാന്തങ്ങളുമായും പ്രവൃത്തിയുമായി രംഗത്ത് വരുമ്പോൾ നമുക്ക് മാനവികത മുൻനിർത്തിക്കൊണ്ട് സാംസ്കാരിക ദേശീയതയ്ക്ക് ബദലായി രാഷ്ട്രീയ ദേശീയത, എ പൊളിറ്റിക്കൽ കൾച്ചർ, എ കൾച്ചർ ഓഫ് പോളിറ്റിക്സ്, അത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അപകടത്തിലാവും. കേരളം പോലുള്ള, ബംഗാൾ പോലുള്ള, ത്രിപുര പോലുള്ള ചില നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ ശക്തിയെ നാനാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കിണറിലെ വെള്ളത്തിൽ എണ്ണ പടരുന്ന പോലെ പടർത്തിയെടുക്കണമെങ്കിൽ നിതാന്ത ജാഗ്രത പുലർത്തുക, ഉറങ്ങാതിരിക്കുക. അതിലേക്ക് മാത്രമേ നിവർത്തിയുള്ളൂ. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.